ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആറ്റിൽ പൊങ്കലിലേക്ക് പോയതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് പോയത്. അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കി. രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ തന്നെ റോഡിൻ്റെ അവസ്ഥ കാണണം. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. കഴിഞ്ഞ 2 വർഷം നമുക്ക് കൊറോണയൊക്കെ കാരണം വീട്ടിലൊക്കെയാണ് പൊങ്കാല ഇട്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ പോയിട്ടെങ്കിൽ തന്നെയും പൊങ്കാലയൊക്കെ കുറവായിരുന്നു. ഇപ്രാവശ്യം നല്ല രീതിക്ക് നിറയെ പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഉടനെ തന്നെ ഞങ്ങൾക്കൊരു സീറ്റൊക്കെ കണ്ടുപിടിച്ച്, ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വെച്ചു. പിന്നെ കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാനും അമ്മയും അനിയത്തിയും കൂടി പോയിട്ടുണ്ടായിരുന്നു. പഴം വാങ്ങിക്കണമായിരുന്നു, പാല് വാങ്ങിക്കണമായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ തേരളിക്കും മണ്ടപ്പുറ്റിനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടിയാണ് ചെയ്തത്. അവളവിടെ ഒരു സൈഡിൽ ഇരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കാപ്പി കഴിക്കാനാണ് പോയത്. ഞങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അത് പോയി കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു 10 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ ശിവാനിയുടെ അടുത്തോട്ടാണ് പോയത്. അവർ ഞങ്ങൾ തൊട്ടടുത്താണ് ഇരുന്നത്. പിന്നെ അവരെ പോയി കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും അടുപ്പ് കത്തിക്കുന്ന സമയമായി. ഒരു 10:30 ആയപ്പോൾ അടുപ്പ് കൊളുത്തി. അങ്ങനെ നമ്മുടെ 1 വർഷത്തെ കാത്തിരിപ്പാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി. ആറ്റിൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സാണ്. നമ്മളിപ്പോൾ 1 മാസം മുമ്പേ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഞങ്ങളെ പൊങ്കാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഉച്ചത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങൾക്ക് ചോറും സാമ്പാറും അവിയലും തോരനും അതൊക്കെയാണ് കിട്ടിയത്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം എന്തായാലും ഒന്ന് റൗണ്ട് അടിക്കണമല്ലോ, അങ്ങനെ ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് അതിനുശേഷം 2:30 ആയപ്പോൾ പൊങ്കാലയൊക്കെ നിവേദിക്കാൻ വേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ അതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കായി കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിവേദിച്ച് ഉടനെ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് ഇതെല്ലാം കഴിക്കാൻ കിട്ടിയത്. അപ്പോൾ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.